പ്രവിശന്തി യേ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവ തേ തമോ യൗ വിദ്യായാം രതാഃ. അവിദ്യയെ ഉപാസിക്കുന്നവരന്ധതമസ്സിലും പോകുന്നു വിദ്യാരതരങ്ങതേക്കാൾ കൂരിരുട്ടിലും. നമ്മൾ പദങ്ങളെല്ലാം വിശദീകരിച്ചു, പദച്ഛേദങ്ങളെല്ലാം പറഞ്ഞു. ക്ലാസ് ഒന്നുകൂടെയൊക്കെ കേൾക്കണം. അതിനുശേഷം ഈ ക്ലാസ് മുഴുവനായി ഒന്നുകൂടെ കേൾക്കണം. ശ്ലോകങ്ങള് മന്ത്രം എടുക്കുമ്പോൾ ആ മന്ത്രം നന്നായി ഉച്ചരിച്ച് അത് പദച്ഛേദം ചെയ്ത് ഗദ്യക്രമത്തിൽ അത് മനസ്സിലാക്കി ഗുരുവിന്റെ തർജ്ജമയും അതിനോട് ചേർത്ത് വെച്ച് ഓരോ പദാനുപദ അർത്ഥവും ഗദ്യരൂപവും മനസ്സിലാക്കി ഉറപ്പിച്ച് നിരന്തരം അത് മനനം ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത മന്ത്രത്തിലേക്ക് കടക്കാൻ. കാരണം ഈശാവാസ്യ ഉപനിഷത്ത് ഒരു ഉപനിഷത്ത് വളരെ കൃത്യമായി പഠിച്ചാൽ ബാക്കി എല്ലാ ഉപനിഷത്തുകളിലേക്കും നമുക്ക് എളുപ്പമായിട്ട് കയറാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗുരുവിന്റെ കൃതികളിലേക്ക് നമുക്ക് ആ ദാർശനികമായ തലങ്ങളിലേക്ക് നമുക്ക് എളുപ്പത്തിൽ കയറാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരു ഉപാസനയായിട്ട്, ഇതൊരു എന്താ പറയാ, വളരെ ധ്യാനാത്മകമായിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. അപ്പോ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത് യേ അവിദ്യാം ഉപാസതേ തേ അന്ധം തമഹ പ്രവിശന്തി എന്ന് പറഞ്ഞു. ആരാണോ അവിദ്യയെ ഉപാസിക്കുന്നത്, അതായത് ഈ കാണുന്ന പ്രപഞ്ചവും അതിലെ സമസ്ത ചരാചരങ്ങളും സത്യമെന്ന് കരുതി അതിൽ ഭ്രമിച്ച് ജീവിക്കുന്നത്, അവൻ അന്ധതമസിൽ തന്നെ പോകും, സംശയമില്ല. ഇനി വിദ്യായാം രഥാഹ, രണ്ടും മാർഗങ്ങളാണ് പറയുന്നത്. വിദ്യാമാർഗമാണെങ്കിലും അവിദ്യാമാർഗമാണെങ്കിലും രണ്ടും വഴികളാണ്, പരമസത്യമല്ല. ആ വഴികളിൽ തങ്ങി നിന്നു പോകരുത്. അജ്ഞാനി എന്നും അജ്ഞാനത്തിലേക്ക് തന്നെ പതിച്ചു പോകും, കൂരിരുട്ടിലേക്ക് പതിക്കും, അവിടെ സംശയമില്ല. പക്ഷേ വിദ്യാമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പതിക്കില്ല. പിന്നെ ആരാ പതിക്കുന്നത്? വിദ്യയിൽ രഥരായി, അവിടെ എടുത്തു പറഞ്ഞോളണം, പഠിച്ചോളണം, മനസ്സിലാക്കിക്കൊള്ളണം. വിദ്യയിൽ രഥരായി നിന്നു പോകുന്നവരാണ് ആദ്യം പറഞ്ഞവരെക്കാൾ, അജ്ഞാനിയേക്കാൾ കൂടുതൽ കൂരിരുട്ടിൽ പതിക്കുന്നതെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ വളരെ ഋഷി പറയുന്നത്, ഗുരു തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ആ രഥാഹ എന്നുള്ള വാക്ക് മന്ത്രത്തിലും തർജ്ജമയിലും ഋഷിമാര് ഒരുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിന്റെ അർത്ഥം വിട്ടുപോകാതെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഈ ഭൗതിക വസ്തുക്കളില് ഞാനെന്നും എന്റേതെന്നും ഉള്ള അസത്യബുദ്ധി വെച്ചുകൊണ്ട് ഈ ലോകത്തില് ജീവിച്ച് യാതൊരു ശാന്തിയും സമാധാനവും കിട്ടാതെ ഈ ലോകത്ത് നിന്ന് പോകുന്ന മനുഷ്യര് കൂരിരുട്ടിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. ഇനി അടുത്തത് പറയാണ്, വിദ്യായാം രഥാഹ തേ തതഹ ഭൂയ ഇവ തമഹ പ്രവിശന്തി. ഇനി മറ്റൊരു കൂട്ടര് ഈ പ്രപഞ്ചത്തിന് ആധാരമായ ഒരു സത്യമുണ്ടെന്നറിഞ്ഞ് ഞാനെന്ന ശരീരബോധത്തിനും ഇന്ദ്രിയബോധത്തിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായ ഒരു പരമസത്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി വിദ്യ കൊണ്ട് നാം എത്തിച്ചേരേണ്ടത് ഇരുട്ടിലേക്കല്ല വെളിച്ചത്തിലേക്കാണ് എന്നൊക്കെ മനസ്സിലാക്കി സഞ്ചരിക്കുന്നവരാണ് വിദ്യാമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ. ഓർക്കണം, രണ്ടും മാർഗമാണ്. അവിദ്യയും മാർഗമാണ്, വിദ്യയും മാർഗമാണ്. വിദ്യാമാർഗം സത്യത്തിന് ഉന്മുഖമായി സഞ്ചരിക്കുന്നു, അവിദ്യാമാർഗം സത്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് സഞ്ചരിക്കുന്നവർ. ഇന്നിപ്പോ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആത്മാവെന്ന ഒന്ന് ഉണ്ട് എന്ന് പോലും അറിയാതെ ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ളത് ഈ പ്രപഞ്ചത്തിലെ നശ്വരമായ വസ്തുക്കളെ കുറിച്ചോ ഈ നശ്വരമായ ശരീരത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചോ നശിച്ചു പോകുന്ന ഭൗതിക വസ്തുക്കളെ കുറിച്ചോ ഒക്കെയാണ്. അതിനപ്പുറം ചിന്തിക്കാനുള്ള ഒരു ജ്ഞാനം അവർക്ക് വന്നിട്ടില്ല. പക്ഷേ വിദ്യാശക്തി നമ്മളെ എത്തിക്കുന്നത് പരമമായ സത്യം മാത്രമാണ് ആശ്രയമായിട്ടുള്ളതെന്നും എല്ലാതും ഈ ലോകത്തിലെ സമസ്ത ചരാചരങ്ങളും ആ സത്യത്തിൽ അധിഷ്ഠിതമായാണ് നിലകൊള്ളുന്നത് എന്നും നന്നായി അറിയാവുന്നവരാണ്
വിദ്യാമാർഗികൾ. അപ്പോൾ ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന വിദ്യാമാർഗവും പ്രകാശത്തിന്റെ മാർഗം തന്നെയാണ്, അറിവിന്റെ മാർഗം തന്നെയാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മാർഗത്തിൽ, വിദ്യാമാർഗത്തിൽ ഒരു അംശം പോലും തങ്ങി നിൽക്കാതെ, അതിൽ രമിക്കാതെ മുന്നോട്ട് നടക്കണം. വിദ്യാമാർഗം രമിക്കുവാനുള്ളതല്ല, പരമാത്മ സ്വരൂപ സാക്ഷാത്കാരത്തിനുള്ളതാണ്. അപ്പൊ ഇടവഴിയിൽ ഇടയ്ക്ക് നിന്നു പോകരുതെന്ന് ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ നാം ആ പരബ്രഹ്മ സ്വരൂപം ഒന്നായി മാറുന്ന അനുഭവമാണ്. ഈ അനുഭവത്തിലെത്തിയ ഗുരുവാണ് വളരെ സൂക്ഷ്മമായി ഒരു സത്യ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരുവൻ ശ്രദ്ധയോടെ നീങ്ങേണ്ടതിനെ കുറിച്ച് പറഞ്ഞു തരണമെങ്കിൽ അത് അനുഭവിച്ച ഗുരുവിനല്ലേ പറ്റൂ. ഗുരു ആരാണെന്നുള്ളതിന് ഉത്തരമാണ് ഈ മന്ത്രവും തർജ്ജമയൊക്കെ. ഇത് നോക്കി തന്നെ നമുക്ക് തന്ന എന്തിനാ? നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അജ്ഞാനിയായി ഈ ലോകത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്യാമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അജ്ഞാനിയേക്കാൾ കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ കുറഞ്ഞവരായിരിക്കും. അവരതുകൊണ്ട് തന്നെ സുഖം അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ പറ്റുന്ന എന്താന്ന് വെച്ചാൽ, ആ സുഖാനുഭവം വരുമ്പോൾ തങ്ങൾ അലൗകികമായ മറ്റെന്തോ ആണെന്ന് കരുതി അതിൽ രമിച്ചുകൊണ്ട് ഭൗതികമായ വസ്തുക്കൾ നേടുന്നതിനും, അതുപോലെ തന്നെ ആ അലൗകികതയിൽ അവർ സ്വയം മറ്റൊന്നായിക്കൊണ്ട്, ആ സത്യത്തിൽ നിന്ന് മാറിയിട്ട് അവർ മറ്റൊന്നായിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. ധനത്തിനും പണവും പ്രതാപവും ഒക്കെ അറിയാതെ അവരിലേക്ക് ആഗ്രഹം കടന്നു കയറുകയും ചെയ്യും. നിന്നു പോകുമ്പോൾ ഒട്ടും ഭേദബുദ്ധി അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗുരു എത്രയോ കരുണവും എന്താ പറയാ, സർവ്വതിനെയും അടക്കിക്കൊണ്ട്, സർവ്വതിന്റെയും സത്യം അറിഞ്ഞുകൊണ്ട് ഒരണു പോലും ആ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആ പരമസത്യത്തിൽ വിലീനനായിരുന്ന മഹാഗുരുവിന്റെ ദർശനം എത്ര ശ്രേഷ്ഠമാണെന്ന് ആലോചിച്ച് നോക്കൂ നമ്മള്. ഗുരുവെന്ന ആ പരമചൈതന്യം അനുഭവിച്ച സാക്ഷാത്കാരത്തിന്റെ വാങ്മയ ചിത്രമാണ് ഓരോ കൃതികളിലൂടെയും തർജ്ജമയിലൂടെയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഭാഗ്യം നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഒരു ഉപനിഷത്ത് പഠിക്കാന്നുള്ളതും അതൊരു സത്യസാക്ഷാത്കൃതനായ ഒരു ഋഷിയിൽ നിന്ന് പഠിക്കാനൊക്കെയുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടും നമ്മളത് മനസ്സിലാകാതെ നടക്കുന്നവരാണ്. അവിടെയാണ് ഏറ്റവും നമുക്ക് ദയനീയമായിട്ടുള്ള ഒരു കാര്യം. അതാണ് നമ്മളിപ്പോഴും ഗുരുവിനെ നമുക്ക് ആരാധന ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷെ ഗുരുവിനെ, ഈശ്വരൻ എന്നുള്ളത് ആരാധന ചെയ്യാൻ മാത്രമുള്ളതല്ല, അറിയാനുള്ളതാണ്. ഈശ്വരനെ അറിയുകയാണ് വേണ്ടത്. ആരാധനയ്ക്ക് അപ്പുറം ഈശ്വരനെ അറിയുകയാണ് വേണ്ടത്. ഈശ്വരനെ അറിയുമ്പോഴാണ് നമ്മൾ ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അറിവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈശ്വരനെ അറിയുകയാണ് വേണ്ടത്. പൂജിക്കുന്നതിലപ്പുറം ഈശ്വരനെ അറിയുകയാണ് വേണ്ടത്. ഇപ്പൊ ജ്ഞാനത്തിലേക്കൊക്കെ എത്തിയവരായതുകൊണ്ടാണ്, ഉപനിഷത്തൊക്കെ പഠിച്ചു മുന്നേറുന്നവരായതുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. അപ്പോൾ പരമ സത്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും അണുവിട പോലും തെറ്റാതെ മുന്നേറേണ്ടതുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വിദ്യാമാർഗത്തിൽ രമിക്കുന്നവരോടാണ് ഈ പറയുന്നത് കേട്ടോ. വിദ്യാമാർഗത്തിൽ രതരായവരോടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, മൂലത്തിലും തർജ്ജമയിലും ഒരുപോലെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് രതാഹ, വിദ്യയിൽ രമിക്കുന്നവർ എന്നുള്ള അർത്ഥം. കാരണം അവര് അജ്ഞാനിയാണെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാം. ഈ ശരീരത്തിന് വേണ്ടി ഇങ്ങനെ ജീവിക്കല്ലേ കേട്ടോ. ഈ ഭൗതിക സുഖഭോഗങ്ങളെയും ബന്ധവും സ്വന്തവും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞും വിലപിച്ചും ദുഃഖിച്ചും ഒക്കെ ഈ ജീവിതം അങ്ങനെ തീർക്കല്ലേ കേട്ടോ. ഇതൊക്കെ ഒരു പ്രകൃതിയുടെ ഭാഗമായി വന്നതാണെന്നും ഇത് ഓരോന്നും ഈശ്വരേച്ഛയ്ക്ക് അതീതമായിട്ട് അത് കടന്നു പോകുമെന്നും ഒക്കെയുള്ള ഒരു സത്യം അവരെ പറഞ്ഞ് നമുക്ക് അജ്ഞാനിയെ മനസ്സിലാക്കിക്കാൻ പറ്റും. പക്ഷേ വിദ്യാരഥന്മാരോട് അത് പറഞ്ഞ് രക്ഷപ്പെടുത്താനും പറ്റില്ല. കാരണം അവർ പെട്ടിരിക്കുന്ന ഇരുട്ടിൽ നിന്നും അവരെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ ജ്ഞാനത്തിൽ എത്തിയിട്ട് പതിച്ചു പോയവരാണ്.
അതാണ് ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അവിടെയാണ് വളരെ ശ്രദ്ധയോടെ മുന്നേറേണ്ടത്. ഇപ്പൊ നമ്മള് കുറെയൊക്കെ പഠിച്ച് ഉപനിഷത്തൊക്കെ പഠിച്ച് സത്യമൊക്കെ അറിഞ്ഞ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മൾ ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു വല്ലാതെ ഒരു അജ്ഞാനിയേക്കാൾ കഷ്ടമായി നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ കിടന്ന് കരയും. അവർക്ക് ചിലപ്പോൾ ഒന്നും ഒരു ആത്മാവ് ഉണ്ടെന്നൊന്നും അറിയാതെ ജീവിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ സാധിച്ചെന്ന് വരും. അപ്പൊ അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ മുന്നേറുമ്പോൾ ഈ സത്യത്തെ മനസ്സിന്റെ തലത്തിൽ നിന്നും ബുദ്ധിയുടെ തലത്തിൽ നിന്നുമൊക്കെ ഒന്ന് കൊണ്ടുപോയി ആത്മീയമായ തലത്തിലേക്ക് കൊണ്ടുപോയി ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിന്റെയും ബുദ്ധിയുടെയും തലത്തിൽ നിന്ന് ഇത് മറന്നുപോകും പഠിക്കുന്നത്. പക്ഷേ ആത്മാവിലേക്ക് ചേർത്തുകൊണ്ട് ഇത് എന്റെ സ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഉള്ളലിഞ്ഞ് ഇതിനെ നമ്മൾ വിചാരം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ പുരാണങ്ങളിൽ ഒത്തിരി കഥാസന്ദർഭങ്ങൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരും. അതായത് വിദ്യയിൽ രമിച്ചു പോകുന്ന ആളുകളുടെ ദയനീയമായ പതനം പുരാണങ്ങൾ ധാരാളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ജഡഭരതന്റെ കഥയുണ്ട്. ഭാഗവതത്തിൽ ജഡഭരതന്റെ കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നഹുഷന്റെ കഥയുണ്ട്. നഹുഷനൊക്കെ വളരെ ധർമ്മബോധത്തോടെ ജീവിച്ച് 100 അശ്വമേധയാഗം നടത്തി ഇന്ദ്രന്റെ പദവിയിലെത്തിയ ആളാണ്. കാരണം ഒരു സന്ദർഭത്തിൽ ഇന്ദ്രന് ഒരു ബ്രഹ്മഹത്യാപാപം നേരിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാനസ സരസിലെ ഒരു എന്താ പറയാ താമരയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. വൃത്രാസുരനെ പുരാണ കഥാസന്ദർഭങ്ങളാവുന്നതായതുകൊണ്ട് അതിൽ നിന്ന് മറ്റ് താത്വികമായ വശങ്ങൾ അത് ധാരാളം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ദ്രന്റെ പദവി നഹുഷൻ ഏറ്റെടുക്കുന്നുണ്ട്. ദേവന്മാരുടെ ആഗ്രഹം അനുസരിച്ച് നഹുഷനെ ഇന്ദ്രപദവിയിൽ ഇരുത്തുന്നുണ്ട്. ആ സമയത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദവി ലഭിച്ചപ്പോഴും അതിൽ പെട്ടെന്നൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ ഇന്ദ്രന്റെ ഭാര്യയായ ഇന്ദ്രാണിയെ സ്വന്തമാക്കാൻ ശ്രമിച്ച സമയത്താണ് താനിരിക്കുന്ന അവസ്ഥയും പദവിയൊക്കെ പെട്ടെന്ന് തന്നെ മറന്നുപോയി. ആ സമയത്താണ് സർപ്പശാപം സർപ്പമായിട്ട് അഗസ്ത്യന്റെ ശാപം ഏറ്റിട്ട് വെറും പെരുമ്പാമ്പായിട്ട് ഭൂമിയിലേക്ക് പതിച്ചു പോകുന്നൊരു കഥയുണ്ട്. ഇതൊക്കെ നഹുഷനോ ഇന്ദ്രനോ ഇന്ദ്രാണിയോ ഒന്നുമല്ല. നമ്മൾ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ജീവിതത്തിൽ യാത്ര ചെയ്ത് സത്യാസത്യങ്ങൾ വിവേചനം ചെയ്ത് ബന്ധങ്ങൾ എന്താണ്, സ്വന്തങ്ങൾ എന്താണ്, ഈശ്വരൻ എന്താണ് എന്നൊക്കെ സത്യമായും അറിഞ്ഞും മനസ്സിലാക്കിയിട്ട് പോയിട്ടും നമ്മൾ വലിയ തെറ്റുകളിലേക്ക് പോവാതിരിക്കുക. അത് വലിയ പതനമായിരിക്കും എന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ജഡഭരതൻ എന്ന് വെച്ചാല് ശരിക്കും ഭാഗവതം വളരെ നന്നായിട്ട് ജഡഭരതന്റെ കഥ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാല് നല്ല നിഷ്ഠയുള്ള ഒരു ഋഷീശ്വരനാണ് ജഡഭരതൻ. പരമസത്യത്തിൽ ഇരിക്കുന്നവനാണ്. ഓങ്കാരമൊക്കെ ജപിച്ചുകൊണ്ട് ഇങ്ങനെ സർവസംഘ പരിത്യാഗിയായി ഒരു നദിയുടെ തീരത്ത് ഇങ്ങനെ ഇരുന്ന് ആ ബ്രഹ്മ നിർലീന മാനസനായി ജഡഭരതൻ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഋഷിയാണ്, പരമ ഋഷി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മാൻകുട്ടി വെള്ളം കുടിക്കാനായിട്ട് ആ സമുദ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സിംഹത്തിന്റെ അലർച്ച കേൾക്കുമ്പോൾ ആ മാന ഗർഭിണിയായ മാനായിരുന്നു. പെട്ടെന്ന് തന്നെ പേടിച്ച് മറുകരയിലേക്ക് ചാടിയതാണ്. ചാടിയപ്പോൾ അവിടെ വെച്ച് ആ ഗർഭത്തിലെ മാൻകുട്ടി കുഞ്ഞ് പുറത്തു വരികയും ചാടിയതിന്റെ ആഘാതവും ഭയവും എല്ലാം കൊണ്ട് ആ അമ്മ മാന അപ്പം തന്നെ മരിച്ചുപോയി. ഈ വെള്ളത്തില് ആ പ്രസവിച്ചു വീണ ആരുമില്ലാത്ത ജന്മത്തിലെ അമ്മ നഷ്ടപ്പെട്ടു പോയ ആ മാൻകുട്ടിയെ സഹതാപവും കരുണയും ഒക്കെ തോന്നി ഭരതൻ എടുത്തുകൊണ്ട് പോവുകയാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയി പൂജാതി കർമ്മങ്ങളും ഹോമവും യജ്ഞവും പ്രാർത്ഥനയും ജപവും ധ്യാനവും ഒക്കെ ആയിട്ടുള്ള ഒരു സർവസംഘ പരിത്യാഗിയായ പുണ്യാത്മാവാണ്. പക്ഷേ ഇത് ഹോമവും യജ്ഞവും ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ വന്ന ഈ മാൻകുട്ടിയെ നോക്കല് എപ്പോഴും ചിന്തയാ,
ഇവന് ഞാനല്ലാതെ മറ്റാരുമില്ല, ഞാൻ അമ്മ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഞാൻ ഒരു കുറവും അറിയിക്കാതെ വളർത്തണം എന്ന് പറഞ്ഞ് ഹോമം ചെയ്യുന്നതിൻ്റെ ഇടയിൽ, പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ നിർത്തിയിട്ട് പോയി. എപ്പോഴും ശ്രദ്ധ ഇങ്ങോട്ടായി. അങ്ങനെ വന്ന് പതുക്കെ എല്ലാ വാസനകളെയും അടക്കിക്കൊണ്ട് ബ്രഹ്മനിർലീനനായിരുന്ന ജഡഭരതന്റെ ഉള്ളിലേക്ക് ഒരു മാൻകുട്ടി കയറി വന്നതോടുകൂടി പതുക്കെ ആ ഭഗവത് ആരാധനയിൽ നിന്നൊക്കെ ഭ്രഷ്ടനായിട്ട് മരിക്കുന്നു. അപ്പോൾ ഇത്തിരി നേരം മാൻകുട്ടിയെ കാണാതിരുന്നാലും വല്ലാതെ വിഷമിക്കുകയാണ്. അപ്പൊ നല്ല വാസനയായ ഈ മാനിനെ. അങ്ങനെ പിന്നീട് ജഡഭരത ഒരു മാനിന്റെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ മൃഗശരീരം സ്വീകരിക്കുന്നുണ്ട്. കാരണം എന്ത് വാസനയോടുകൂടിയാണോ നമ്മൾ മറയുന്നത്, ആ വാസനയിലായിരിക്കും വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് തരുന്ന പാഠം എന്താന്ന് വെച്ചാല്, മനസ്സിൽ കൂട്ടിവെച്ചിരിക്കുന്ന, അകാരണമായി കൂട്ടിവെച്ചിരിക്കുന്ന ചിന്തകൾ, സ്ട്രോങ് ആയിട്ടുള്ള കുറെ വാസനകൾ എപ്പോഴും നമുക്കുണ്ടാവും. അതൊക്കെ പതുക്കെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചിട്ട് അവിടെ സദാ ഈശ്വര ചിന്തയിൽ ഇരിക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ വാസനകൾ കുറക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ധാരാളം ദുഃഖം ഈ ലോക ജീവിതത്തിലുണ്ട്. പക്ഷെ ആ ദുഃഖമൊക്കെ ഈ പ്രപഞ്ച പ്രവാഹത്തിൽ മാറി മാറി വരുന്ന പല മുഖങ്ങളിൽ ഒന്നാണ്. അതങ്ങനെ വരും പോകും വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിൽ മനസ്സ് ഒട്ടുപോലും അതിലേക്ക് പതിക്കാതെ നമുക്ക് നീങ്ങണമെങ്കിൽ ഈശ്വര വിശ്വാസം, ഇതിനപ്പുറത്തിരുന്നു കൊണ്ടൊരു ശക്തി എന്നെ സംരക്ഷിക്കുന്നുണ്ടെന്നും ആ ശക്തിയിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ദുഃഖങ്ങളെ നമുക്ക് അങ്ങോട്ട് നന്നായി സമർപ്പിക്കാനും കടന്നു പോകാനൊക്കെ സാധിക്കും. ഏത് കടുത്ത ദുഃഖത്തിലും നമുക്ക് പിടിച്ചു നിന്ന് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് കലിയുഗത്തിലെ നാമജപങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. എപ്പോഴും ഒരു നാമം നമ്മുടെ നാവിനകത്ത് ഇരുന്നു കഴിഞ്ഞാൽ ആ ഒരു അനിഷ്ട ചിന്തകളെല്ലാം നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇന്നലെ നമ്മൾ പറഞ്ഞു, ശിവശതകത്തിലെ തൊഴിലുകൾ 5 മൊഴിഞ്ഞു തോന്നി നിൽക്കും മുഴുമതിയാഴി കടഞ്ഞെടുത്തു മുന്നം ഒഴുകി വരുന്ന അമൃതുണ്ടു മാണ്ടുപോകാതൊഴുവിലൊടുക്ക മുദിക്കും അർക്കബിംബം എന്ന് ഗുരു ശിവശതകത്തില് പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്കിവിടെ 5 കർമ്മങ്ങളുടെ തലമുണ്ടെന്നാ പറയുന്നത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോഭാവവും അനുഗ്രഹവും. ഈ 5 ഭാവങ്ങൾക്കപ്പുറത്ത്, 5 കർമ്മങ്ങളുടെ തലത്തിനപ്പുറത്ത് അറിവിന്റെ ഒരു തലമുണ്ട്, പൂർണ്ണതയുടെ ഒരു തലമുണ്ട്. ഈ കർമ്മങ്ങൾക്കപ്പുറം അറിവിന്റെ തലമുണ്ട്. ആ അറിവിന്റെ തലത്തെ ഒരു പാൽക്കടലിനോട് ഉപമിച്ചിരിക്കുകയാണ്. ആ പാൽക്കടൽ കടഞ്ഞെടുത്തപ്പോൾ അതിൽ നിന്ന് ഒഴുകി വരുന്ന ആ അമൃത സമുദ്രം കടഞ്ഞെടുത്തപ്പോൾ അതിൽ നിന്ന് ഒഴുകി വന്ന പ്രാണനിലെ അമൃതാനുഭവം, പ്രാണനിൽ നിന്ന് ഊറി വന്ന ആ ആനന്ദം. കാരണം കർമ്മങ്ങൾ ഒഴിഞ്ഞു കഴിയുമ്പോൾ അതിനപ്പുറം കിടക്കുമ്പോൾ മനസ്സ് നല്ല ആനന്ദാവസ്ഥയിലായിരിക്കും. ഇത് ഋഷിമാരുടെ അനുഭവമാണ് പറയണത്. അപ്പോൾ ആ അമൃതാനുഭവം അനുഭവിച്ചിട്ട് അതിൽ രമിച്ചു പോകാതെ അമൃതാനുഭവത്തിനും അപ്പുറം പരമസത്യത്തിൽ ഉണ്ട് എന്നറിഞ്ഞ് ഈ അമൃതാനുഭവവും കടന്ന് ആ പരമസത്യാനുഭവത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മുന്നോട്ട് നീങ്ങിയാലാണ് ഒഴിവിലൊടുക്ക മുദിക്കുന്ന അർക്കബിംബത്തിൽ എത്താൻ സാധിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഋഷിമാർക്ക് സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാവുകയും പരഹൃദയജ്ഞാനം ഉണ്ടാവുകയും പരകായ പ്രവേശം ചെയ്യാൻ സാധിക്കുകയും ആകാശഗമനം ചെയ്യാൻ സാധിക്കുന്നതും ജലത്തിലൂടെ നടക്കാൻ സാധിക്കുന്നതും ഒക്കെ ഈ അമൃതാനുഭവം ഉള്ളപ്പോഴാണ്. പക്ഷെ ആ അമൃതാനുഭവം അത് വേണമെങ്കിൽ ശരിക്കും ഗുരു അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സിദ്ധിവിശേഷങ്ങൾ ഗുരുവിന്റെ ഭൗതിക ജീവിത യാത്രയിൽ പലപ്പോഴും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുരു പറഞ്ഞത്, നമ്മുടെ ജീവചരിത്രം എഴുതിയാൽ ഇനി വരുന്ന തലമുറ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. കാരണം അത് ഗ്രഹിക്കാനുള്ള മനസ്സിന് നൈർമല്യമോ അത്രയും അവധാനതയോ ഇനി വരുന്നൊരു തലമുറക്ക് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വിശ്വസിക്കുമോ എന്ന് ഗുരു ചോദിച്ചത്. മനസ്സ് പറഞ്ഞല്ലോ, അരുവിപ്പുറത്ത് മഴ പെയ്ച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത് ഒരാളോടെ പറയണമെങ്കിലോ
കളിയാക്കലായിരിക്കും നമ്മൾക്ക് കേൾക്കേണ്ടി വരും. പക്ഷെ ഗുരു അവിടെ ഒരു സിദ്ധിജാലക്കാരനായിട്ട് മഴ പെയ്ച്ചതല്ലോ. അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. അതാണ് സംഭവിച്ചത്. അല്ലാതെ നാം പറഞ്ഞാൽ നടക്കുമോ സംഭവിക്കുമോ എന്നാണ് ഗുരു എന്നിട്ടും ചോദിച്ചത്. അപ്പോൾ അതൊരു സിദ്ധിജാലത്തിന് വേണ്ടി കാണിച്ച സിദ്ധിജാലമല്ല. അവരുടെയൊക്കെ മനസ്സ് അനുകമ്പ കൊണ്ടും കൃപ കൊണ്ടും നിറഞ്ഞതാണ് സത്യാനുഭവത്തിലെത്തിയവർക്ക്. അപ്പോൾ പരന്റെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് തന്നെ എടുക്കുന്നതുകൊണ്ടാണ് ഒരു മുന്തിരി കൊടുക്കുന്നതോ കൽക്കണ്ടം കൊടുക്കുന്നതോ പഴം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അവരുടെ ദുഃഖം കൂടി തന്നിലേക്ക് സ്വീകരിക്കുന്നതിന് തുല്യമാണ് ആ ചെയ്യുന്നത്. അല്ലാതെ ഗുരു എപ്പോഴും പറയുന്ന അങ്ങനെയാ, നാം പറഞ്ഞാൽ നടക്കുമോ അങ്ങനെ ഗുരു ചോദിക്കുള്ളൂ. അപ്പൊ നോക്കൂ, ഇതൊക്കെ ഗുരുവിനറിയാം അത് നടക്കും. പക്ഷെ ഒരിക്കലും ഗുരു അങ്ങനെ അത് പ്രകടമാക്കിയിട്ടേയില്ല. പക്ഷെ അന്നത്തെ കാലത്തെ ഭക്തന്മാരെ, വിശ്വാസികള്, ഗുരുവിന്റെ ഭക്തന്മാരായ ആളുകള് ഒത്തിരി പൂർണ്ണമായി ഗുരുവിൽ സമർപ്പിതരുമായിരുന്നു, ഉത്തമ ഭക്തരുമായിരുന്നു അവര്. ഗുരുവിന് വേണ്ടി സ്വജീവിതം എടുത്ത് സമർപ്പിക്കാൻ അത്രയും വിശ്വാസമായിരുന്നു ഗുരുവില്. അപ്പോൾ ആ ഒരു ജനതയോടാണ് ഗുരു സംസാരിച്ചത് അന്ന് അത്രയും. അതുപോലെ നമ്മളിപ്പോ പാലാഴി മദന കഥയൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പാലാഴി മദനവും ഇതൊക്കെ തന്നെയാണ്. നമ്മളുടെ മനസ്സാകുന്ന ആ സുമേരു പർവ്വതത്തെ കടകോലാക്കി വെച്ചിട്ട് വാസുകിയെ കയറാക്കിയിട്ട് ദേവനും അസുരനും രണ്ടു വശങ്ങളിൽ നിന്നുകൊണ്ട് പാലാഴി കടയുമ്പോൾ നമ്മളുടെ മനസ്സ് തന്നെയാണ് ഈ സുമേരു, അല്ലെ? ദേവനും നമ്മുടെ ഉള്ളിലുള്ള രണ്ട് ഭാവങ്ങളാണ് ദേവഭാവവും അസുരഭാവവും. ഈ ആസുരിക ശക്തികൾ എന്നും ഈ ദൈവികതയെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല സുദൃഢമായിട്ട് ഗുരു പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ഇരുമ്പാം മനം ധനുഹു, അത്തരത്തിൽ ഇരുമ്പ് പോലെയുള്ള മനസ്സുള്ളവർക്ക് മാത്രമാണ് ഈ ആസുര ശക്തികളെ തോൽപ്പിച്ച് ഈ അമൃതാനുഭവത്തിൽ ആണ്ടുപോകാതെ അതിനപ്പുറമുള്ള ആ പരമാത്മ ചൈതന്യത്തിലേക്ക് നീങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു വിദ്യാരതരങ്ങതേക്കാൾ കൂരിരുട്ടിലും എന്ന് 9ാമത്തെ മന്ത്രം പറഞ്ഞു വെച്ചു. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് രണ്ടും മാർഗങ്ങളാണ്. ഒരു മാർഗത്തിലൂടെ അവിദ്യയുടെ മാർഗത്തിൽ പോയാൽ പടുകുഴി തന്നെ ഫലം. ഒരിക്കലും കരയറാനാവാത്ത രീതിയിൽ ഒരിക്കലും അവസാനിക്കാത്തൊരു യാത്രയായിരിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക്. അത് ഏറ്റവും ഭയാനകവും ഇരുട്ട് നിറഞ്ഞതുമാണ്. പക്ഷേ വിദ്യാമാർഗത്തിലും പ്രശ്നങ്ങളുണ്ട്. ആ വിദ്യാമാർഗത്തിൽ പോകുമ്പോഴും ആ പരമസത്യ സാക്ഷാത്കാരം വരെ ഈ ഭൗതികമായ ചിന്തകൾ അകറ്റിക്കൊണ്ടു പോകാം, അതിനു മുമ്പ് വരെ. കാരണം അത്രയും വാസനകൾക്ക് ശേഷം ജന്മാന്തരങ്ങൾ കിടന്നാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. അപ്പോൾ അത്രയും സത്യത്തിന് ഉറപ്പുള്ളവർക്ക് മാത്രമാണ് സത്യോന്മുഖമായി സഞ്ചരിച്ച് അതായി മാറാൻ സാധിക്കുന്നത്. എത്ര പേരുണ്ടാവും അങ്ങനെ മാറിയിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുദേവനോ ഒരു രമണ മഹർഷിയോ ഒരു ശ്രീശങ്കരാചാര്യരോ ഒക്കെ അല്ലേ? പക്ഷെ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുമ്പോഴും ആ ഗുരുവിനെ നമ്മൾ നേരായ രീതിയിൽ മനസ്സിലാക്കുകയോ അറിയുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മളുടെ തന്നെ ഒരു വലിയ അജ്ഞാനം തന്നെയാണത്. ഗുരുവിനെ വേണ്ട രീതിയിൽ ഗുരുവിന്റെ കൃതികൾ എടുത്ത് വെച്ച് വിചാരം ചെയ്യാനോ പഠിക്കാനോ ഒക്കെ നമ്മൾ നന്നായി ശ്രമിക്കണം. കാരണം സത്യം തന്നെയാണ് ഗുരു. സത്യം സാക്ഷാത്കരിച്ച് ജ്ഞാനിയാണെന്ന് പറയാൻ പറ്റില്ല, ജ്ഞാനം തന്നെയാണ് ഗുരു. ആ ജ്ഞാനമാണ് ഗുരു നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് കടക്കാം. ഒമ്പതാമത്തെ മന്ത്രമാണ് നമ്മൾ വിചാരം ചെയ്തത്. അടുത്തത് 10ാമത്തെ മന്ത്രം. അന്യദേവാഹുർവിദ്യയാ അന്യദാഹുരവിദ്യയാ ഇതി ശുശ്രുമധീരാണാം യേനസ്തദ്വിചക്ഷിരേ. അന്യദേവാഹുർവിദ്യയാ അന്യദാഹുരവിദ്യയാ ഇതി ശുശ്രുമധീരാണാം
യേനസ്തദ്വിജചക്ഷിരേ. അവിദ്യ കൊണ്ടുള്ളതന്യം വിദ്യ കൊണ്ടുള്ളതന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. അവിദ്യ കൊണ്ടുള്ളതന്യം വിദ്യ കൊണ്ടുള്ളതന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. അന്യദേവാഹുർവിദ്യയാ അന്യദാഹുരവിദ്യയാ ഇതി ശുശ്രുമധീരാണാം ഏനസ്തദ്വിജചക്ഷിരേ. അപ്പോ അതൊന്ന് ഒരാൾ ആരെങ്കിലും ഒന്ന് ചൊല്ലാമോ? ആ മന്ത്രം മാത്രം, സമയം കളയരുത്. അന്യദേവാഹുർവിദ്യയാ അന്യദാഹുരവിദ്യയാ ഇതി ശുശ്രുമധീരാണാം യേനസ്തദ്വിജചക്ഷിരേ. നന്നായി ടീച്ചറെ. അടുത്തത് ആരെങ്കിലും ഒരാളെ തർജ്ജമ ഒന്ന് ചൊല്ലാമോ ഗുരുവിന്റെ? എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ. ഓക്കെ ഓക്കെ, നമുക്ക് ഇതിന്റെ പദച്ഛേദം നോക്കാം കേട്ടോ. അപ്പോൾ അത് വളരെ, ഇനി ആർക്കെങ്കിലും മന്ത്രത്തിലെ ഏതെങ്കിലും വാക്കുകൾ കിട്ടാതെ ഉണ്ടെങ്കിൽ പദച്ഛേദം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളൂ അത്. അന്യദേവാഹുർ വിദ്യ, അവിടെ ഒരു രേപം കയറി വരുന്നുണ്ട്, അത് വിസർഗം പിരിക്കുമ്പോൾ വിസർഗമായിട്ട് മാറും. അന്യത് ഏവ ആഹുഹു പ്ലസ് വിദ്യയ, ആഹുഹു പ്ലസ് വിദ്യയ ചേരുമ്പോഴാണ് ആഹുർ വിദ്യയ എന്ന് വരുന്നത് കേട്ടോ. അന്യത് ഏവ ആഹുഹു വിദ്യയ, അന്യദേവാഹുർ വിദ്യയ, അന്യത് ഏവ ആഹുഹു വിദ്യയ. പദച്ഛേദം വളരെ നന്നായിട്ട് തെറ്റുകൂടാതെ ചെയ്യണം. ഒരു വാക്ക് ഒരക്ഷരം വിട്ടുപോയാലും ആ മന്ത്രം ചേരാതെ വരും. അന്യത് ഏവ ആഹുഹു വിദ്യയ, അന്യദേവാഹുർ വിദ്യയ. അവിടെ വിദ്യയും അവിദ്യയും വളരെ നന്നായി ശ്രദ്ധിക്കണം. അടുത്തത് അന്യത് ആഹുഹു അവിദ്യയ. രണ്ടാമത്തെ വരിയിൽ അവിദ്യയെ കുറിച്ചാണ് പറയുന്നത്. അന്യത് പ്ലസ് ആഹുഹു അവിദ്യയ, അന്യദാഹുരവിദ്യയ. കണ്ട, അവിടെ രേപം വന്നത് വിസർഗത്തിന് പകരമാണ്. അന്യത് ആഹുഹു അവിദ്യയ അന്യദാഹുരവിദ്യയ. അന്യത് ഏവ ആഹുഹു വിദ്യയ അന്യദേവാഹുർ വിദ്യയ. അന്യദേവാഹുർ രേപം വന്നത് വിസർഗത്തിന് ചേർന്നപ്പോൾ വിസർഗം രേപാദേശം വന്നതാണ്. അന്യദേവാഹുർ വിദ്യയ അന്യദാഹുരവിദ്യയ, അന്യത് ആഹുഹു അവിദ്യയ. ഇതി ശുശ്രുമ ധീരാണാം, ഇതി ശുശ്രുമ ധീരാണാം യേ നസ്തദ്വിജചക്ഷിരേ. അത് പിരിച്ചെഴുതിക്കോളൂ. യേ നഹ, നഹ ന എഴുതി വിസർഗം ഇടുക. നഹ യേ നഹ തത് വിജചക്ഷിരേ. നഹ പ്ലസ് തത് ചേരുമ്പോൾ നസ്തത് എന്നാവും. കാരണം വിസർഗത്തിന് അവിടെ സകാര ആദേശം വരുന്നു, അതാണ് നസ്തത് എന്ന് വന്നത്. ഏ നഹ പ്ലസ് തത് ചേരുമ്പോൾ നസ്തത്. പിന്നെ തത് പ്ലസ് വിജചക്ഷിരേ പറയുമ്പോൾ തദ്വിജചക്ഷിരേ എന്നാവും. നഹ തത് വിജചക്ഷിരേ നസ്തദ്വിജചക്ഷിരേ. ഏ നഹ തത് വിജചക്ഷിരേ ഏ നസ്തദ്വിജചക്ഷിരേ. അപ്പോ അന്യദേവാഹുർ വിദ്യയ അന്യദാഹുരവിദ്യയ ഇതി ശുശ്രുമധീരാണാം യേനസ്തദ്വിജചക്ഷിരേ. അവിടെ വരുമ്പോ ഇനി നാക്ക് നമ്മളുടെ തെറ്റായ പ്രൊനൗൺസിയേഷനിലേക്ക് അറിയാതെ പോലും പോകരുത്. നഹ
തത് വിജചക്ഷിരേ നസ്തദ്വിജചക്ഷിരേ. അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ. ഇനി ഇതിന്റെ ഗദ്യരൂപം, മന്ത്രത്തിന്റെ അന്വയക്രമം നമുക്ക് നോക്കാം. വിദ്യയാ അന്യത് ഏവ ആഹുഹു. ഗദ്യരൂപം നോട്ട് ചെയ്താൽ നമുക്ക് ആശയം അറിയാൻ എളുപ്പമാണ്. വിദ്യയാ അന്യത് ഏവ ആഹുഹു. വിദ്യയാ അന്യത് ഏവ ആഹുഹു. ഇനി അടുത്ത സെന്റൻസ്, അടുത്ത വാചകം അവിദ്യയാ അന്യത് ഏവ ആഹുഹു. ആദ്യത്തേല് വിദ്യയാന്നും രണ്ടാമത്തേല് അവിദ്യയാന്നും ഒന്നും അത്രേ ഉള്ളൂ. വിദ്യയാ അന്യത് ഏവ ആഹുഹു. അടുത്തതിൽ അവിദ്യയാ അന്യത് ഏവ ആഹുഹു. യേ അടുത്ത വാചകം യേ അതൊരുവനാണോ? നഹ തത് വിജചക്ഷിരേ. യേ നഹ തത് വിജചക്ഷിരേ ധീരാണാം ഇതി ശുശ്രുമ. ധീരാണാം ഇതി ശുശ്രുമ. വിദ്യയാ അന്യത് ഏവ ആഹുഹു. അവിദ്യയാ അന്യത് ഏവ ആഹുഹു. യേ നഹ തത് വിജചക്ഷിരേ ധീരാണാം ഇതി ശുശ്രുമ. ഇനി ഗദ്യരൂപം എഴുതിയെന്ന് തോന്നണോ? ഇന്ദുമതി ഒന്ന് വായിക്കാമോ ഗദ്യരൂപം എഴുതിയത്? വിദ്യായാം അന്യത് ഏവ ആഹുഹു. അവിദ്യായാം അന്യത് ഏവ ആഹുഹു. യേ നഹ തത് വിജചക്ഷിരേ ധീരാണാം ഇതി ശുശ്രുമ. അതെ. അപ്പൊ അവിടെ ഒരു ചെറിയ തെറ്റ് വന്നായിരുന്നല്ലോ. എന്തായിരുന്നു തെറ്റ് വന്നേ? ആർക്കെങ്കിലും മനസ്സിലായോ തെറ്റ് വന്നേ? അവിടെ ധ്യായ്ക്ക് ദീർഘയില്ല. വിദ്യയാ കേട്ടോ, വിദ്യായാന്നില്ല. അത് അവിടെ വേറെ വിഭക്തിയിലേക്ക് പോകും. അപ്പോ വിദ്യയാ വിദ്യയാം അന്യത് ഏവ ആഹുഹു. അവിദ്യയാം അന്യത് ഏവ ആഹുഹു. യേ നഹ തത് വിജചക്ഷിരേ ധീരാണാം ഇതി ശുശ്രുമ. ഓ ശരിയായി. ഇനി നമുക്ക് തെറ്റരുത് കേട്ടോ. വിദ്യായാന്നില്ല, അവിദ്യായാന്നില്ല. വിദ്യയാ അവിദ്യയാ തൃതീയ വിഭക്തി. ഇനി നമുക്ക് ഓരോന്നിന്റെ പദച്ഛേദം ഒന്ന് പരിശോധിക്കാം. മന്ത്രം 10ന്റെ വിദ്യയാ, വിദ്യയാൽ അല്ലെങ്കിൽ വിദ്യ കൊണ്ട്. ആരുടെയെങ്കിലും ഓഡിയോ ഓൺ ആയിട്ടുണ്ടോ? ഇന്ദുമതി ഓഫ് ആക്കണേ. നോക്കൂ, വിദ്യയാ മീൻസ് അർത്ഥം എന്താ? വിദ്യ കൊണ്ട് ലഭിക്കുന്ന ഫലം. വിദ്യയാ ബൈ വിദ്യ, തൃതീയ വിഭക്തിക്ക് ബൈ. അതിനാൽ വിദ്യയാൽ, വിദ്യ കൊണ്ട് ലഭിക്കുന്ന ഫലം. വിദ്യ കൊണ്ട് എന്താണോ നേടുന്നത് അത്. വിദ്യ കൊണ്ട് ലഭിക്കുന്ന ഫലം. അന്യത് ഇസ് അനദർ, വേറെയാണെന്ന്. വിദ്യ കൊണ്ട് ലഭിക്കുന്ന ഫലം അന്യത്, വേറെയാണ്. വിദ്യാമാർഗം നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ പഠിച്ചു. സത്യോന്മുഖമായി യാത്ര ചെയ്യുന്ന ആ വഴിയാണ് വിദ്യാമാർഗം. സ്വസ്ഥാനത്തെ അറിഞ്ഞ് ആ സ്വസ്ഥതയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് വിദ്യാമാർഗികള്. അതിന്റെ ഫലം വേറെയാണ്. വിദ്യയാ അന്യത് ആഹുഹു അല്ല, ആഹുഹു എന്ന് പറയുമ്പോൾ പറയപ്പെടുന്നു. ആഹുഹു പറയപ്പെടുന്നു. ഇനി അവിദ്യയാ അന്യത് ആഹുഹു. അവിദ്യ കൊണ്ടുള്ള ഫലവും അന്യത് മീൻസ് വേറെയാണെന്ന് ആഹുഹു പറയപ്പെടുന്നു. വിദ്യ കൊണ്ടുള്ള ഫലം വേറെയാണെന്ന് പറയപ്പെടുന്നു. അവിദ്യ കൊണ്ടുള്ള ഫലവും ലക്ഷ്യവും വേറെയാണെന്ന് പറയപ്പെടുന്നു. ഇനി ആരാണ് പറയുന്നത് ഇത്? ആരാണിത് പറയാൻ അധികാരി എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. വിദ്യ കൊണ്ടും അവിദ്യ കൊണ്ടും വെവ്വേറെ ഫലങ്ങളാണ് ഉള്ളത്. അത് രണ്ടും വ്യത്യസ്തമായ ഫലങ്ങളാണ് ഉള്ളത്.
ഇനി യേ മീൻസ് യാതൊരുവനാണോ, ആരാണോ, യാതൊരാളാണോ. നഹ എന്ന വാക്കിന് അസ്മഭ്യം ഞങ്ങൾക്ക്, നഹ ഞങ്ങൾക്ക്. അഹം എന്ന ഭാവത്തിന്റെ രൂപത്തിന്റെ മറ്റൊരു അതിന്റെ വിഭക്തിയിൽ വരുന്നൊരു പദമാണ് നഹ ഞങ്ങൾക്ക്. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാരണം അതിന്റെ അർത്ഥം കിട്ടിയില്ല നമുക്ക് അതിന്റെ ആശയം ചേർത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ യാതൊരുവനാണോ നഹ ഞങ്ങൾക്ക്, തത് എന്ന് പറഞ്ഞ അത്, ഏത്, വിദ്യ കൊണ്ടുള്ള ലഭിക്കുന്ന ഫലം വേറെയാണെന്നും അവിദ്യ കൊണ്ട് ലഭിക്കുന്ന ഫലം വേറെയാണെന്നും യാതൊരുവനാണോ നഹ ഞങ്ങൾക്ക്, അസ്മഭ്യം, തത് അക്കാര്യത്തെ വിജചക്ഷിരേ വിസ്തരിച്ചു പറഞ്ഞു തരുന്നവർ, വിസ്തരേണ പ്രതിപാദയതി, വിജചക്ഷിരേ വിവരിച്ചു തരിക. അതാണ് വിജചക്ഷിരേ. ആരാണോ ഞങ്ങൾക്ക് ഇത്, യാതൊരുവനാണോ, യാതൊരു മഹാധീരനാണോ, പണ്ഡിതനാണോ ഞങ്ങൾക്കിത് വിവരിച്ചു തരുന്നത്. ധീരാണാം മീൻസ് പണ്ഡിതന്മാരിൽ നിന്നു നാം എന്നു കേൾക്കുന്നിതോതുന്ന, പണ്ഡിതന്മാരിൽ നിന്നു നാം, ധീരാണാം അല്ലെ, പണ്ഡിതന്മാരിൽ നിന്ന്. ഇതി ശുശ്രുമ എന്നു കേൾക്കുന്നു, ഇങ്ങനെ ഞങ്ങൾ കേൾക്കുന്നു. ഇതി ഇപ്രകാരം, ശുശ്രുമ കേൾക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. വിദ്യയുടെ ഫലവും വേറെയാണ്, അവിദ്യയുടെ ഫലവും വേറെയാണ് എന്നാണ് അതിന്റെ തത്വം. എന്ന ഈ തത്വം ഉപദേശിച്ചു തരുന്ന ആചാര്യന്മാരിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും നാം കേട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്. ഇതി ശുശ്രുമ ഞങ്ങൾ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ആരിൽ നിന്ന്? ധീരാണാം. ധീരൻ എന്നാണ് ഗുരു മലയാളത്തിൽ തർജ്ജമ ചെയ്തത് പണ്ഡിതൻ എന്നാണ്. മന്ത്രത്തിൽ ഋഷി ഉപയോഗിച്ച ധീരാന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഋഷി അവിടെ ഉപയോഗിച്ചത് പണ്ഡിതൻ എന്നാണ് ആ വാക്കിന്. രണ്ടും ഒരേ ഒട്ടും ആ ഋഷിയുടെ വാക്യത്തിന്റെ പ്രൗഢിയേക്കാൾ പ്രൗഢമായിട്ടാണ് ഗുരു അവിടെ പണ്ഡിതൻ എന്ന പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പറയാണ് നഹാ തത് വിജചക്ഷിരേ, ആരാണോ ഏതൊരു ധീരനാണോ നഹ ഞങ്ങൾക്ക് തത് വിജചക്ഷിരേ അക്കാര്യത്തെ വിശദമായി പറഞ്ഞു തരുന്നത്. ധീരാണാം ഇതി ശുശ്രുമ, അങ്ങനെയുള്ള ആചാര്യന്മാരിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് അനുഭവശാലികളായ ധീരന്മാരിൽ നിന്ന് അതിനെപ്പറ്റി ഇങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതി ശുശ്രുമ, ഇങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ ലളിതമായ ഒരു ആശയമാണ് ആ മന്ത്രത്തിൽ വരുന്നത്. നമുക്കതൊന്ന് വിചാരം ചെയ്യാം, വ്യാഖ്യാനത്തിലേക്ക് പോകാം. അതായത് ഇത്രയേ ഉള്ളൂ. വിദ്യയുടെ ഫലം വേറെയാണ്, അവിദ്യയുടെ ഫലവും വേറെയാണ് എന്ന ഈ തത്വം എന്താ ഉപദേശിച്ചു തരുന്ന, ഈ തത്വം ഉപദേശിച്ചു തരുന്ന ആചാര്യന്മാരിൽ നിന്നും നാം ഇപ്രകാരം കേട്ടിട്ടുണ്ട്. തത്വജ്ഞാനികളായ അനുഭവശാലികളായ ആചാര്യന്മാരിൽ നിന്നും നാം ഇപ്രകാരം കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? വിദ്യ കൊണ്ടുള്ള ഫലം വേറെയാണെന്നും അവിദ്യ കൊണ്ടുള്ള ഫലം വേറെയാണെന്നും നാം കേട്ടിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ ഗുരു അതിന് പറഞ്ഞിരിക്കുന്ന തർജ്ജമ എന്താ? എന്തൊന്ന് ആലോചിച്ച് നോക്കിയാ എങ്ങനെയാണ് ആ മന്ത്രത്തിന് അനുഷ്ഠിപ്പ് വൃത്തത്തോട് ചേർത്ത് വെച്ച്. ശുശ്രുമ മീൻസ് കേൾക്കുന്നു. കേൾക്കുന്നു എന്നാണ് ഗുരു പറയുന്നു. കേൾക്കുന്നു എന്നല്ലേ ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിലും വലിയൊരു വാക്ക് അർത്ഥം പറയാനില്ല. കേൾക്കുന്നു. അപ്പോ ഇവിടെ നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ തർജ്ജമയിൽ എന്തുകൊണ്ടാണ് ഈശാവാസ്യോപനിഷത്തിന്റെ തർജ്ജമ, ഒരു ഋഷി തന്ന തർജ്ജമ, ഈ ലോകം കാണാതെ പോകുന്നുണ്ടോ? കാണാതെ പോയിട്ടുണ്ടോ? സംസ്കൃത ഭാഷയിൽ എഴുതിയത് കൊണ്ട് ഉപനിഷത്തും വേദവും ഒക്കെ നമുക്ക് പണ്ട് ഒരാൾക്കും പഠിക്കാൻ വയ്യായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പഠിക്കാൻ പറ്റുകയും ചെയ്യും.
അത് മലയാള ഭാഷയിലേക്ക് ഈ 10 ഉപനിഷത്തുക്കളിലെ ആദ്യത്തെ ഉപനിഷത്ത് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇതൊക്കെ ശ്രവണപുടങ്ങളിലേക്ക് എത്താത്തത്? എന്താണ് ഇതൊന്നും ആരും തേടി പോകാത്തതും ഇതെല്ലാം ലോകത്തിന് വെളിച്ചമായി പകർന്നു കൊടുക്കാത്തതും? അപ്പൊ ഇത് പഠിക്കുന്നവർക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. കടുകട്ടിയാണ് സംസ്കൃത മന്ത്രങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഇതിന് മലയാള ഭാഷയിൽ ഒരു ഋഷി വളരെ ഭംഗിയായി ആ അനുഷ്ഠുപവൃത്ത 8 അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് ആ മന്ത്രത്തിന്റെ തനിമ, ആ ഗരിമ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ഋഷീശ്വരനായ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തന്നിരിക്കുന്നു. അവിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യ കൊണ്ടുള്ള ധന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. അപ്പൊ നമുക്ക് ഇനി ആ തർജ്ജമ ഒന്ന് എടുത്തു നോക്കൂ. തർജ്ജമയിലേക്ക് നോക്കിയേ. ഗുരുവിന്റെ തർജ്ജമ ഈശാവാസ്യ ഉപനിഷത്തിന്റെ നിങ്ങളുടെ പ്രാർത്ഥനാ മഞ്ജരിയിലുള്ള കൃതി നോക്കൂ. അവിദ്യ കൊണ്ടുള്ള ധന്യം, അതെങ്ങനെ നമുക്ക് മന്ത്രവുമായി ഘടിപ്പിക്കാം? അവിദ്യ അന്യം, കണ്ട അന്യത എന്നുള്ളതിന് ഗുരു അന്യം, അവിദ്യ കൊണ്ടുള്ള ധന്യം. മന്ത്രത്തിൽ അന്യദാഹുരവിദ്യയാ അല്ലെ, അങ്ങനെ ചേർത്ത് തന്നെ അന്യദാഹുരവിദ്യയാ വിദ്യ കൊണ്ടുള്ള ധന്യമാം അന്യദേവാഹുർവിദ്യയാ. ഒന്ന് ആലോചിച്ച്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാ തോന്നുന്നത്. ഒരക്ഷരം പോലും അവിടെ വേറെ വരാതെ ആ കറക്റ്റ് മന്ത്രം, ആ കറക്റ്റ് ആശയം, കറക്റ്റ് ഗരിമയോടുകൂടി ഒരു നിമിഷം കൊണ്ട് ഗുരു ഇതെല്ലാം എങ്ങനെയാ, അത് ഗുരുവിന്റെ കൃതികളെല്ലാതും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് തന്നെയാണല്ലോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്യഗണങ്ങൾ എഴുതിയെടുക്കുന്നതും ഒക്കെ. അപ്പൊ പറയാണ് വിദ്യ കൊണ്ടുള്ള ധന്യമാം. ഇത്ര കാലങ്ങളായി അജ്ഞാന അന്ധകാരത്തിൽ പതിച്ച് ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിക്കൂ, മനസ്സിലാക്കി പോകുന്നു പറഞ്ഞു. എത്ര പേരുടെ കണ്ണുകളെ തുറക്കുന്നുണ്ട് എന്നറിയില്ല. ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് ലോകം നടന്നടുക്കുകയാണ്. അടുത്ത് പറയാണ് എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. എന്നു കേൾക്കുന്നു ഇത് ഓതുന്ന പണ്ഡിതന്മാരിൽ നിന്നും നാം. എന്നു കേൾക്കുന്നു അല്ലെങ്കിൽ എന്നു കേൾക്കുന്നിതോ, അവിടെ പിരിക്കാല്ലേ, ടീച്ചറെ അതൊന്ന് പിരിച്ചു പറഞ്ഞേ മലയാളം. എന്ന് കണ്ടിട്ട് ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ പിരിക്കാൻ ശ്രമിക്കുന്നില്ല. കേൾക്കുന്നു എന്ന് ഓതുന്ന, എന്നു കേൾക്കുന്നു എന്ന് ഓതുന്ന പണ്ഡിതന്മാരിൽ നിന്നും നാം. എന്നു കേൾക്കുന്നിത് ഓതുന്ന, എന്ന് കേൾക്കുന്നു ഇത് ഓതുന്ന പണ്ഡിതന്മാരെ ആദ്യം എന്നായിരിക്കണം. അതെ അതെ, അങ്ങനെയും പിരിക്കാം. ടീച്ചർ പറയുന്നത് എന്ന് കേൾക്കുന്നിത് ഓതുന്ന, ടീച്ചർ പറഞ്ഞതിലും അത് അവിടെ അങ്ങനെയും പിരിക്കാം, അതും കറക്റ്റാണ്. അപ്പൊ എന്ന് കേൾക്കുന്നു ഇത് ഓതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. അപ്പോ ടീച്ചർ അവിടെ ഈ കേൾക്കുന്നിത് ഓതുന്ന എന്നുള്ളടുത്ത വ്യാകരണ കാര്യം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ഒന്ന് കൃത്യമായി ഒന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. കേൾക്കുന്നിത് ഓതുന്നു എന്നാണ്, കേൾക്കുന്നു ഇത് ഓതുന്നു എന്നുള്ളതാണോ എന്നുള്ളത് അവിടുത്തെ സന്ധി നിയമങ്ങൾ മലയാളത്തിലെ ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ഇതി ശുശ്രുമധീരാണാം, അവിടെ അതിന് മന്ത്രത്തിലെ തർജ്ജമ ഇതി ശുശ്രുമധീരാണാം നഹ തത് വിജജക്ഷിരേ. അതാണ് ആ വരിയാണ്, 3ഉം 4ഉം വരിയാണ്. എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. ഇത് ശുശ്രുമ, എന്നു കേൾക്കുന്നു ഇത് ശുശ്രുമ, പണ്ഡിതന്മാരിൽ നിന്നു നാം. ധീരാണാം, പണ്ഡിതന്മാരിൽ നിന്ന് നാം. നാം എന്ന് വെച്ചാൽ നഹ തത് വിജജക്ഷിരേ. ഇനി ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോവാൻ നോക്ക്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വിദ്യയുടെ മാർഗവും അവിദ്യയുടെ മാർഗവും രണ്ടും മാർഗമാണ്. സ്വർണ്ണച്ചങ്ങലയായാലും ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലയായാലും രണ്ടും ബന്ധനം തന്നെയാണ്. ആ ബന്ധനം രണ്ടും അഴിച്ചാൽ മാത്രമേ നമുക്ക്
ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ സ്വർണ്ണച്ചങ്ങല സുഖാണെന്ന് കരുതി അതിലേക്ക് ഭ്രമിച്ച് നിൽക്കരുത്, അതിനപ്പുറം കടന്നോണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, വിദ്യാമാർഗവും അവിദ്യാമാർഗവും രണ്ടും വഴികൾ മാത്രമാണ്. ഗുരുവിന്റെ കൃതികൾ അത്രയും വഴിയാണ്, വഴിയും വഴികാട്ടിയുമാണ് ഗുരുവിന്റെ കൃതികൾ. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത് നാം ഓരോരുത്തരും ആ വഴി പിന്തുടർന്നാണ്. അത് ഓർക്കണം. ഒരു വിളക്ക് ആയിട്ടൊരു ദേശികൻ ദാ ഈ വഴി പൊക്കോളൂ മക്കളെ എന്ന് പറയുമ്പോൾ ആ വഴി സത്യത്തിന്റെ വഴിയിലേക്ക് പോകാൻ ആ വിളക്കിന്റെ പ്രകാശം ആ ദേശികനായിട്ട് നിന്നുകൊണ്ട് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന വഴിയിലെ മുള്ളുകളെയും മലരുകളെയും ഒക്കെ പറഞ്ഞു തന്നേക്കുക. എന്നിട്ട് സഞ്ചരിച്ചോളൂ എന്ന് പറയുമ്പോൾ സഞ്ചരിക്കാൻ കൂടെ വരാൻ പറ്റില്ല, അവരവർ തന്നെ സഞ്ചരിക്കണം. വഴി കാട്ടിത്തരാനേ പറ്റുള്ളൂ. അച്ഛനമ്മമാർക്ക് മക്കൾക്ക് വഴി കാട്ടി കൊടുക്കാനേ പറ്റുള്ളൂ. സഞ്ചരിക്കേണ്ടത് അവർ തന്നെയാണ്. പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക, പക്ഷെ പഠിക്കേണ്ടത് അവർ തന്നെയാണ്, അല്ലേ? അതുപോലെ വിദ്യാമാർഗവും അവിദ്യാമാർഗവും വഴികൾ മാത്രമാണ്. അപ്പോൾ വിദ്യാമാർഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സത്യ അനുഭവമാണ് വിദ്യ. ആ വിദ്യയിലേക്ക് എത്താനുള്ള മാർഗമാണ് വിദ്യാമാർഗം. അതായത് വിദ്യാമാർഗികൾ എന്ന് പറഞ്ഞാൽ അകലെ നിന്നുകൊണ്ട് സത്യാഭിമുഖമായി സഞ്ചരിക്കുന്നവർ. അവരെ അടുത്ത് വന്നിട്ടില്ല, അവരും വഴി തന്നെയാണ്. അകലെ നിന്നുകൊണ്ട് സത്യാഭിമുഖമായി സഞ്ചരിക്കുന്നവരാണ് വിദ്യാമാർഗികൾ. ഇനി അവിദ്യാമാർഗികൾ എന്ന് പറഞ്ഞ മായാമോഹത്തിൽ ഇതിൽ കംപ്ലീറ്റ് പെട്ട് മുങ്ങിയിരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ, ഈ ശരീരത്തിന് എന്ത് വില കൊടുക്കുന്നു, അവർ സമ്പാദിച്ചു വെച്ച ഭൗതിക വസ്തുക്കൾക്ക് എന്ത് വില കൊടുക്കുന്നു, ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനും എന്ത് വില അവർ കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു പറയുന്നത്, സത്യം സാക്ഷാത്കരിച്ചവർ പറയുന്നത് കൂരിരുട്ട് തന്നെ. ഇത് സമ്പാദിച്ചു വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ശരീരമോ ഒരു നിമിഷത്തേക്ക് ഒന്നും, അത് ഏത് നിമിഷവും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാമെന്ന് അറിഞ്ഞ് ജീവിക്കുന്നതാണല്ലോ, അറിഞ്ഞ് യാത്ര ചെയ്യുന്നതാണല്ലോ വിദ്യാമാർഗം. ഇതൊട്ടും അറിയാത്തവരെ എപ്പോഴും കൂരിരുട്ടി തന്നെയാണ്. അതാണ് പറയുന്നത്. അപ്പോൾ മായാമോഹമാണ് അവിദ്യാമാർഗം എന്നർത്ഥം. അപ്പോൾ മനുഷ്യന്റെ യഥാർത്ഥ കർത്തവ്യം എന്തെന്നും മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് വിദ്യയെയും അവിദ്യയെയും കുറിച്ച് പറയുമ്പോൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കണം, എന്താണ് അവന്റെ കർത്തവ്യം എന്നാണ് ഈ മന്ത്രത്തിലൂടെ പറയുന്നത്. അപ്പോൾ വിദ്യയാ അന്യത് ഏവ ആഹുഹു, അതായത് വിദ്യ കൊണ്ടുള്ളത് അന്യമാം എന്ന് അതിൻ്റെ മലയാള ഗുരുവിന്റെ തർജ്ജമ. അതിന്റെ അർത്ഥം പറയുമ്പോൾ വിദ്യ കൊണ്ടുള്ള ഫലം വ്യത്യസ്തമാണ് എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അകലെ നിന്നുകൊണ്ട് ആ സത്യമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ് വിദ്യാമാർഗി എന്ന് പറയും. ആ വിദ്യ തരുന്നത് ജ്ഞാനമാണ്, സംശയമൊന്നുമില്ല. വിദ്യാമാർഗത്തിൽ സഞ്ചരിച്ചാൽ നമുക്ക് പരമസത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കുണ്ടാവും. അവിടെ ഇരുട്ടൊന്നുമില്ല, ജ്ഞാനം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മന്ത്രത്തിലെ അതേ ആശയം തന്നെ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സത്യത്തിന്റെ അഭിമുഖമായി സഞ്ചരിക്കുമ്പോൾ പൂർണ്ണതയിൽ എത്താതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വീണു പോകരുത്, പതിച്ചു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ലക്ഷ്യം മറക്കാതിരിക്കുക, വീണ്ടും വീണ്ടും ഓർക്കുക. നമ്മളും ജീവിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ സത്യത്തെ പറഞ്ഞ് നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടുത്തണം. എൻ്റെ ശരീരത്തിന്റെ അവസ്ഥ ഇതാണ്, ഞാൻ ജീവിക്കുന്ന പ്രപഞ്ചത്തിന്റെ അവസ്ഥ ഇതാണ്, ഈ ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ അവസ്ഥ ഇതാണ്, ഞാൻ വളർത്തിയ മക്കളുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതിന്റെ കുറിച്ചൊക്കെയുള്ള സത്യം നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മുടെ മനസ്സിന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ വല്ലാത്ത ശോകത്തോടു കൂടി ഇതിനെയൊക്കെ താലോലിച്ചുകൊണ്ട് തന്നെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ പിന്നെയും ആ ജനന മരണ ചുഴി കടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ദ്ര ടീച്ചറിനോടൊക്കെ നമ്മൾ ഇത്രയേറെ സംസാരിക്കുമ്പോൾ തന്നെ ടീച്ചർ എന്തൊക്കെയോ കർത്തവ്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്ത് നല്ല സമാധാനത്തിന് സംതൃപ്തിയിലൊക്കെ ഇരിക്കുക.
കഴിഞ്ഞ ദിവസം പോയി വലിയൊരു കാര്യമൊക്കെ ചെയ്തിട്ടൊക്കെ വന്നിരിക്കുക. പക്ഷേ നല്ല ശാന്തതയിലും സമാധാനത്തിലും കയ്യിലുള്ളതിൻ്റെയൊക്കെ വില എന്താണെന്നും ആ അറിവിലുമേറിയ അറിവിനെ ഞാൻ നേടുന്നെന്നും അതാണ് ഏറ്റവും വലുതെന്നുമൊക്കെ ആ ഒരു ജ്ഞാനത്തിലേക്ക് സഞ്ചരിക്കുക. നമ്മൾ പഠിക്കുന്നത് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ അല്ല. നമ്മൾക്ക് ഈ സത്യം അറിഞ്ഞ് ഈ ലോകത്തേക്ക് പോകണം, കിട്ടിയ ജന്മം ധന്യമാക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറേ ജിജ്ഞാസുക്കൾ നമ്മുടെ കൂടെ നന്നായിട്ടുണ്ട്. അവരാണെന്ന് ഒരു വാക്ക് പോലും കേൾക്കാതെ ഇത് കേൾക്കാൻ വീണ്ടും വീണ്ടും ഓടി ഓടി വരുന്നത് അവരുടെ ജീവിതത്തിലും ആ മാറ്റം വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആ വഴി മറന്നു പോകാതെ യാത്ര ചെയ്യാനായിട്ട് സഹായകം തന്നെയാണ്. അതെന്തിനാ ഇങ്ങനെ വിദ്യ കൊണ്ടുള്ള ഫലം ഒന്ന്, അവിദ്യ കൊണ്ടുള്ള ഫലം വേറൊന്ന് എന്നൊക്കെ ഇങ്ങനെ പറയണത് എന്താന്ന് വെച്ചാൽ സത്യം ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കാനാണ്. വിദ്യാമാർഗത്തിൽ പോകുന്നവരുടെ പതനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും വിദ്യാമാർഗത്തിൽ പോകുന്നവർക്ക് പരമസത്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നും ജന്മാന്തര ചുഴികളിൽ ജനന മരണ ചുഴികളിൽ വീണ് ഉഴലാതെ രക്ഷാമാർഗവും ഉണ്ട് എന്നൊക്കെ ഓർമ്മിപ്പിക്കാനാണ് ഋഷിമാര് ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് പൂർണ്ണ സത്യത്തിൽ എത്തുന്നത് വരെ പലതിൻ്റെ ഭ്രമം നമ്മളെ ഏത് സന്ദർഭത്തിലും പിടികൂടാം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, എന്താ പറയുക, ഒരു അദ്വൈത ദീപികയിൽ ഒരു ശ്ലോകം ഗുരു പറയുന്നുണ്ട്, സത്യത്തിലെത്തിയതിന്, അത് ഏത് തുളസീദാസനോട് പറഞ്ഞ പെട്ടെന്ന് കിട്ടുന്നത്, അത് സത്യത്തിലെത്തിയതിന് ശേഷവും ദിക്കിൻ ഭ്രമം വിടുകിലും ആ മന്ത്ര ഓർമ്മ കിട്ടുന്നില്ല. അത് തന്നെ അതിന്റെ സത്യത്തിലുള്ള ഉലകം സകലം വിലസുന്നു മുൻപോൽ അല്ലേ? ഉലകം സകലം വിവേക വ്യത്യസ്തമായ പിറകം വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി മരുവിലില്ല നീരമെന്ന് ശ്രദ്ധിക്കലും വിലസ് എന്നത് പ്രകാരം. അതായത് നമ്മൾ സത്യം അറിഞ്ഞിട്ട് ഈ ലോകത്ത് ശരീരത്തിൽ ജീവിക്കുമ്പോഴും നമുക്കൊരു ലൗകികനെ പോലെ തന്നെ ജീവിക്കേണ്ടി വരും. ഈ ലൗകിക ചിന്തകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും ആ സത്യത്തിൽ നിന്നും ഭ്രമിക്കാതെ നമ്മൾ പോകണം. ലോകവും നമ്മൾ കാണും, പഴയ പോലെയൊക്കെ തന്നെ എല്ലാം കാണും. പക്ഷെ സത്യാധിഷ്ഠിതമായി അതിൽ നിന്നും ഭ്രമിച്ചു പോകാതെ നമ്മൾ നീങ്ങണം. ഇപ്പൊ കിഴക്ക് ദിക്കാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരു വസ്തു, ഒരു ദിക്കിനെ, അത് പടിഞ്ഞാറാണെന്ന് സത്യം മനസ്സിലായി. പക്ഷെ പിന്നെ നമ്മൾ ആള് കിഴക്കാണെന്ന് നമുക്ക് തെറ്റിപ്പോവാം. അപ്പൊ നമുക്കറിയാം, ഉറപ്പിക്കണം, അത് കിഴക്കല്ല പടിഞ്ഞാറ് തന്നെയാണ്. അല്ല, ഈ സത്യം അറിഞ്ഞെങ്കിലല്ലേ നമുക്കത് അങ്ങനെ വീണ്ടും തെറ്റുമ്പോഴും പറഞ്ഞ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സത്യത്തെ ഉറപ്പിച്ച് ഒക്കെ കൊണ്ടുപോവുക. അപ്പോൾ പൂർണ്ണ സത്യാനുഭവമാണ് വിദ്യാ അനുഭവം. വിദ്യാമാർഗത്തിലൂടെ സഞ്ചരിക്കാനാണ് നമ്മൾ ഉപനിഷത്ത് പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പഠനമൊന്നും ഉപേക്ഷിച്ചിട്ട് പോകരുത്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ നാളെ മുതൽ പഠിക്കുന്നില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിരവധി പ്രോബ്ലംസ് ഉണ്ട്, പ്രാരബ്ധങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഉപനിഷത്ത് പഠിക്കാൻ വരുന്നില്ല, ഞാൻ ഈ അധ്യാത്മത്തിൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയാൽ പതനമായിരിക്കും ഫലം. ഇത് നമ്മൾ നമ്മളിലേക്ക് തന്നെ മനസ്സിലാക്കുക. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എത്താൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ദുഃഖത്തേക്കാൾ 10 മടങ്ങായിരിക്കും. അതായത് ജീവിത ദുഃഖങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ച പ്രവാഹത്തിന്റെ ഭാഗമായി വന്നു ചേരുന്ന ഭാവങ്ങളിൽ ചിലതായിട്ട് മാത്രമേ അതിനെ കണ്ടാൽ മതി. അതും വന്ന് വരും, ഓരോ ദശ വന്ന പോലെ പോവും, അതും പോവും. പക്ഷേ അപ്പോഴും ഈ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. അതാണ് ഋഷീശ്വരന്മാർ നമ്മളെ ഓർമ്മ. അതായത് കേട്ടോ, തർജ്ജമയും മന്ത്രവും ചേർത്തോളണം, അല്ലെങ്കിൽ മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സുഖദുഃഖങ്ങളെ ജീവിതത്തിൽ തുല്യ നിലയിൽ കാണാൻ നമുക്ക് പഠിക്കണം. ഈ കുസുമേച്ചിയോടൊക്കെ ചോദിച്ചാൽ മതി, അതൊക്കെ എങ്ങനെ പഠിച്ചാലും മരണം എന്നും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ആ ഭയം നമുക്ക് മറ്റുള്ളവർ മരിച്ചാൽ, ഇപ്പോൾ കാശ്മീരൊക്കെ എത്ര പേര് കൊന്നു, നമ്മളെ മനസ്സിനെ അത് മതിച്ചൊന്നുമില്ല, വലിയ വിഷമമൊന്നും ഉണ്ടാക്കിയില്ല, എന്ന് സ്പർശിച്ച് കടന്നു പോയിന്നേ ഉള്ളൂ. പക്ഷെ ഈ മരണം നമ്മളുടെ വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ടവർക്ക് വരുമ്പോഴോ അവിടെ ദുഃഖത്തിന്റെ തീവ്രത കൂടുതലായിരിക്കും.
അപ്പൊ അത് അഹന്തയോടും മമതയോടും ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ മരണം ഒക്കെ വരുന്നത്. മരണദുഃഖമൊക്കെ നമ്മൾ ദുഃഖിക്കുന്നത് അതും ഈ അഹന്ത മമതാദികളോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് ആണ് ഭഗവത്ഗീത പറയുന്നത് അശോച്യാൻ അന്വശോചത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂൻ ച നാനുശോചന്തി പണ്ഡിതാഹ. അശോച്യാൻ അന്വശോചഹാത്തം. അല്ലയോ അർജുന, നീ ദുഃഖിക്കേണ്ടാത്തതായ കാര്യത്തെക്കുറിച്ച് ഓർത്താ ദുഃഖിക്കണത്. അശോച്യാൻ, ദുഃഖിക്കേണ്ടാത്ത കാര്യത്തെ ഓർത്ത് നീ വെറുതെ എന്തിനാ ദുഃഖിക്കുന്നത്? എന്നിട്ട് നീ സംസാരിക്കുമ്പോ പ്രജ്ഞാവാദാംശ്ച ഭാഷസേ, അറിവുള്ളവരെ പോലെ നീ സംസാരിക്കുകയും ചെയ്യും, അറിവില്ലാത്തവരെ പോലെ നീ ദുഃഖിക്കുകയും ചെയ്യും. ഇപ്പൊ ദുഃഖിക്കുന്നത് എൻ്റെ ഗുരുക്കന്മാരും ബന്ധുജനങ്ങളും മരിച്ചുപോയാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞാ ദുഃഖിക്കുന്നത്. അപ്പോ ഓർക്കുകയാണ് ഗദാസൂൻ അഗദാസൂൻ ച. അസൂൻ എന്ന പ്രാണങ്ങള്, പ്രാണൻ പോയാലും പോയില്ലെങ്കിലും പണ്ഡിതാഹ നാനുശോചന്തി, പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. അത് ഈ പ്രപഞ്ച പ്രവാഹത്തിന്റെ ഭാഗമായി വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു മരണമല്ല സംഭവിച്ചിരിക്കുന്നത്, എത്രയോ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തില്. ഈ അവസാനമുള്ള ശരീരം പോക്ക് മാത്രമാണ് മരണം എന്ന് കരുതി നമ്മൾ ഇരിക്കുന്നത്, ദുഃഖിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. എത്ര സുന്ദരമായ ശരീരം പോയിട്ട് ചുക്കിച്ചുളുങ്ങിയ ശരീരമായിട്ടും മുടി നിറച്ചും പല്ല് പോയൊക്കെ ഇരിക്കുന്നത്, അത് മരണമായിരുന്നില്ലേ? എന്നിട്ട് നമ്മൾ എന്താ കരയാഞ്ഞത് അല്ലേ? അപ്പോ ഇതൊക്കെ ആ പ്രപഞ്ച പ്രവാഹത്തിന്റെ വിവിധങ്ങളായ ഭാവങ്ങളില് ഒന്നായിട്ട് അങ്ങ് നമ്മൾ ഈശ്വരനിൽ സമർപ്പിച്ച പ്രകൃതിക്ക് അനുയോജ്യമായി കടന്നുകൂടാം. അതായത് ഈ ദേഹത്തിൽ വന്ന കൗമാരം, യൗവനം, വാർദ്ധക്യം എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് മരണം. അന്യദേഹത്തെ, ഈ ദേഹം വിട്ട് അന്യദേഹത്തിലേക്ക് ഈ പ്രാണൻ സന്നിവേശിക്കുമ്പോൾ, കർമാനുസാരിയായി ജീവൻ അല്ലെങ്കിൽ പ്രാണൻ പോകുമ്പോൾ അതും ഈ കൗമാരവും യൗവനവും പോയ പോലെയൊക്കെ തന്നെ ഒരു പോക്കേ ഉള്ളൂന്നേ. ഇത്ര വലിയ കാര്യമല്ല അത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് മരണത്തിൽ ആരും കരയരുത് എന്ന് പറഞ്ഞു. ഇത് ഈ പ്രപഞ്ച പ്രവാഹത്തിൽ നടക്കുന്ന ഒന്നാണ്, നമ്മൾ മനസ്സിൽ പഠിപ്പിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെയും ഒരു അല്പം കൂടി തീരാനുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത മന്ത്രവും കൂടി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. 8:45 നമുക്കൊന്ന് സമർപ്പണം ചെയ്യാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.